എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ പറഞ്ഞു അതിൽ ഒരു കാൻഡിഡേറ്റിൻ്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ വിഭാഗത്തിൽ പെടുക? ഇപ്പോൾ നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 99% ഇൻ്റർവ്യൂസിലും ഫസ്റ്റ് ചോദിക്കാൻ വേണ്ടി പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ളതാണ്. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ്. എന്തിനാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കുന്നത്? കമ്പനിക്ക് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ജിജ്ഞാസ കൊണ്ടൊന്നുമല്ല. സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നൊരൊറ്റ ചോദ്യം കൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇതെല്ലാം ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ഉത്തരം കൊടുക്കുമ്പോൾ നമ്മൾ ഈ എല്ലാ വിഭാഗങ്ങളെയും അല്ലെങ്കിൽ ഈ എല്ലാ ക്രൈറ്റീരിയയും നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്, അതിനെല്ലാം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പിക്കുക. അപ്പോൾ സാധാരണ രീതിയിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും, മൈ സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ആക്ച്വലി അതൊരു തെറ്റായ രീതിയാണ്. അതിൻ്റെ കറക്റ്റ് രീതി എന്ന് പറയുന്നത് മൈ നെയിം ഈസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? സെൽഫ് ഇൻട്രൊഡക്ഷനിൽ 10 കാര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ 10 കാര്യങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഡീറ്റെയിൽ. അതിൽ നിങ്ങളുടെ വീട്ടിൽ എത്ര കോഴിയുണ്ടെന്നോ പൂച്ചയുണ്ടെന്നോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഇന്ന സ്ഥലത്തു നിന്നാണെന്നും നിങ്ങളുടെ ഫാമിലിയിൽ ഇത്ര പേരുണ്ടെന്നും മാക്സിമം അത്ര പറഞ്ഞാൽ മതി. രണ്ടാമത്തത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുക. മൂന്നാമത്തത് നിങ്ങൾക്ക് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ഞാൻ ഈ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്ലോമ സർട്ടിഫിക്കേഷൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളത്. സർട്ടിഫിക്കേഷൻസ് നമുക്കിവിടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് പറയാൻ പറ്റും എന്നുള്ളതാണ്. നാലാമതായി നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ സ്കിൽസിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്, അങ്ങനത്തെ സ്കിൽസ്, അല്ലെങ്കിൽ നിങ്ങൾ പവർ പോയിന്റ് പ്രസൻറ്റേഷനിലും എടുക്കാനാണ്, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. അടുത്തതായി നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ചിട്ടാണ്. അതായത് നിങ്ങൾക്ക് എത്ര ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റും എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്ട് ടേം ഗോളിനെ കുറിച്ച് സംസാരിക്കാം, പിന്നെ നിങ്ങളുടെ ലോങ് ടേം ഗോളിനെ കുറിച്ച് സംസാരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് സംസാരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്സിനെ കുറിച്ച് സംസാരിക്കാം. സ്ട്രെങ്സ് എന്ന് പറയുന്നത് ഐ എം ഫ്ലെക്സിബിൾ, ഐ എം അഡാപ്റ്റബിൾ എന്നൊക്കെ നമ്മൾ പറയാറില്ല. ഐ എം എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ, അതിനെക്കുറിച്ച് സംസാരിക്കാം. അവസാനം നിങ്ങൾക്കത് കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ദാറ്റ്സ് ഓൾ അബൌട്ട് മീ എന്ന് പറഞ്ഞോ നിങ്ങൾക്കത് കൺക്ലൂഡ് ചെയ്യാം. ഇങ്ങനെ 10 പോയിന്റ് വെച്ച് നമ്മളത് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി നമ്മളത് പഠിക്കുകയാണെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ മിനിമം ഒരു 6 to 7 പോയിന്റ്സ് എങ്കിലും പറയും. മെഡിക്കന്മാർ എല്ലാ 10 പോയിന്റ്സും പറയും, നന്നായി പ്രാക്ടീസ് ചെയ്താൽ. അല്ലാത്തവർ ഒരു 6 to 7 പോയിന്റ്സ് പറയും. അത് തന്നെ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒരു 2 to 3 മിനിറ്റ്സോളം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റിന് തന്നെ 2 to 3 മിനിറ്റ്സ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ഇംപ്രൂവ് അവർ കോൺഫിഡൻസ് ടു അറ്റൻഡ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി ഇൻ്റർവ്യൂ. അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മളുടെ ഒരു ക്വാളിറ്റിയാണ് അവിടെ എക്സിബിറ്റ് ചെയ്യുന്നത്. അത് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ടിൽ റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. മറ്റു ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.